ഇനി ഇതുപോലത്തെ റിസൾട്ട് എങ്ങനെ നിങ്ങൾക്കും കൊണ്ടുവരാം 50 മിനിറ്റ് മൈക്രോ ഷിഫ്റ്റ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനാദ്യം നമ്മൾ 2 ലെവലിലാണ്. ഇതിൻ്റെ ക്രൂഷ്യൽ സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ് അസസ്മെൻ്റാണ് ഈ 50 മിനിറ്റ് മൈക്രോ ഷിഫ്റ്റിൻ്റെ. അപ്പോൾ അസസ്മെൻറ്റ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ ഇതിൽ ഏറ്റവും ക്രൂഷ്യൽ ഫസ്റ്റ് നമ്മൾ ഹോർമോണൽ ഇംബാലൻസുകൾ എത്ര ഉണ്ടെന്ന് അറിയണം. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ ഒരുപാട് ഹോർമോണുകൾ നമ്മൾ കുറേ ലാബ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് പകരം നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തൊരു മെത്തേഡ് എന്താ വെച്ചാൽ നമ്മൾ ആദ്യം ചാർട്ട് ചെയ്യും. ഈ ചാർട്ട് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം നമ്മളൊരു പേഷ്യൻ്റ് വന്നാൽ തന്നെ ഈ സൈഡിലുള്ളത് അവരെ വേസ്റ്റാണ്. അതായത് അവർ പുക്കിളിൻ്റെ മുകളിൽ മെഷറിംഗ് ടേപ്പ് വെച്ചിട്ട് പൂർണ്ണമായിട്ട് എക്സൈൽ ചെയ്തിട്ട് എടുക്കുന്ന ഇതിനാണ് നമ്മൾ വേസ്റ്റ് സൈസായിട്ട് എടുക്കുന്നത്. സാധാരണ പാൻറ്റ് ഇടുന്ന ആ ഒരു ഭാഗമല്ല, പുക്കിളിൻ്റെ മുകളിലാണ് നമ്മൾ ടേപ്പ് വെക്കേണ്ടത്. അതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. അതാണ് വേസ്റ്റ് സൈസ്. മുകളിൽ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗം ഹൈറ്റാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പോയിന്റ് കിട്ടും. ഇപ്പോൾ ഒരു 37 ഇഞ്ചുള്ള ആളാണ്, 5 അടി എന്നാണെന്നുണ്ടെങ്കിൽ അവർ ഏകദേശം ഈ ഒരു ഭാഗത്തേക്ക് അവരെ പോയിന്റ് വരിക. ഇപ്പോൾ ഒരു ഓറഞ്ചിലാണ് ഉള്ളത്. അപ്പോൾ ഈ ചാർട്ടിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ ചാർട്ടിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഹോർമോൺ ഇംബാലൻസുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഗ്രീന് ഒപ്റ്റിമലാണ്, ഗ്രീനാണ് നമ്മൾ സെൻറ്റർ പോയിന്റ്. ഇതിൻ്റെ താഴോട്ട് പോകുന്തോറും ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടും. ഓക്കെ, ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടും ചെയ്യും. അതുപോലെ തന്നെ അതർ ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ കമ്മി ഉണ്ടോ എന്നുള്ളതും ചിലത് കൂടുതൽ വരും. അങ്ങനെയാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് പോകുന്തോറും ന്യൂട്രീഷൻ കമ്മികളാണുള്ളത്. ന്യൂട്രീഷൻ കമ്മികളും ഉണ്ടാവും, അലോങ് വിത്ത് ഇൻസുലിൻ റെസിസ്റ്റൻസും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒപ്റ്റിമൽ ഗ്രീനിലുണ്ടാവും. ചില ആളുകൾ ഗ്രീനിലായിരിക്കും. അതിനർത്ഥം എന്താ വെച്ചാൽ അവർ ഓൾറെഡി ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും സോർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് സബ്റ്റിൽ മിസ്റ്റേക്കുകൾ ഉണ്ടാവുള്ളൂ അവർ ഇതിൽ. ചിലപ്പം സൈലൻറ്റ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും അവർക്ക്. അപ്പോൾ അത് എന്താണ് അതിന് കാരണം നോക്കിയിട്ട് അതൊന്ന് കറക്റ്റ് ചെയ്താൽ മതിയാവും. വേറെ ആൾക്കാർക്ക് ചെറിയ മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ടാവും. അതായത് മേജർ ന്യൂട്രിയൻസ് വിറ്റാമിൻസ് കാര്യങ്ങളൊക്കെ അവർക്ക് ഓൾറെഡി ആപ്റ്റ് ആയിരിക്കും. പക്ഷേ മൈക്രോ ആയിട്ടുള്ള ചെറിയ ചെറിയ എലമെൻസുകളുണ്ട്, വിറ്റാമിൻസ്, അത് കമ്മി ഉണ്ടാവും. അപ്പോൾ അത് സപ്ലൈ ചെയ്താൽ തന്നെ ഫുഡിലൂടെ അത് കൊടുത്താൽ തന്നെ അവർക്ക് അത് റെഡിയാവും. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു അസസ്മെൻ്റ് ഒരു ഭാഗം. ഓക്കെ, ഈ രണ്ടാമത് നമ്മൾ ഇതിൻ്റെ കോസ് കണ്ടെത്തണം. ഇപ്പോൾ ഈ ഇൻസുലിന് റെസിസ്റ്റൻസും കാര്യങ്ങളും ന്യൂട്രിയൻസും കമ്മിയൊക്കെ നമുക്ക് മനസ്സിലായി. ഈ രണ്ടാമത് നമ്മൾ ഇതിൻ്റെ കോസുകൾ കണ്ടെത്തണം. ഈ കോസ് കണ്ടെത്താൻ നമ്മൾ ഇങ്ങനെ ഒരു അസസ്മെൻറ്റ് ചാർട്ട് ഉണ്ട്. ഓക്കെ, ഈ ചാർട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇത് ഷുഗറിലെ റൂട്ട് കോസ് അസസ്മെൻ്റ് ഒരു ക്വിസാണ്. ഇത് നമ്മൾ ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഈ ക്വിസിൽ നിങ്ങൾക്ക് നമ്മൾ ഫെർട്ടിലിറ്റിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ സ്കിൻ ആൻഡ് ഹെയർ, അതായത് ടെസ്റ്റോസ്റ്ററോൺ കൂടുതലാണോ അല്ലേ എന്നൊക്കെ നോക്കാനുള്ള സിംറ്റമാറ്റിക് അസസ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ അഡ്രീനൽ ഹോർമോൺസ് കൂടുതലാണോ അല്ലേ, വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബോഡി ടെമ്പറേച്ചർ കാര്യങ്ങൾ, ഡൈജഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റാണോ, ഗട്ട് ഹെൽത്ത് പ്രോപ്പറാണോ എന്ന് അറിയാനുള്ളതുണ്ട്. ഇൻഫ്ലമേഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാണ്ട്, എൻവയോൺമെൻറ്റൽ ലൈഫ് സ്റ്റൈൽ അറിയാനുള്ളത്. അതുപോലെ തന്നെ കോൺഫിഡൻസ് ആൻഡ് മൂഡ്. ഇങ്ങനെ 8 കാറ്റഗറിയാണ്. ഇതിന് പുറമെ നമ്മൾ ഇതും അസസ് ചെയ്യും. അതായത് ഇപ്പോൾ ബോഡി ഹെയർ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് എത്ര കണ്ടുണ്ട്, അതിൻ്റെ സീവറ്റി കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ചാർട്ടിൽ. ആ ചാർട്ടിൽ നമ്മൾ എത്ര ഗ്രേഡ്, അതായത് അതിൻ്റെ ഭാഗത്തുള്ള ഹെയർ ഗ്രോത്ത് ആണിത് 1 2 3 4. അതുപോലെ തന്നെ ബാക്കിലുള്ള ഹെയർ ഗ്രോത്ത് ആണിത്. അതുപോലെ തന്നെ നമ്മൾ ബട്ടക്സിൻ്റെ ഏരിയയിലുള്ള ഹെയർ ഗ്രോത്ത്, പിന്നെ ഈ പ്യൂബിക് ഹെയർ ഗ്രോത്ത് ആണ് ഇത് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ വയറിൻ്റെ ഭാഗത്തുള്ളത്, ഇത് ബ്രസ്റ്റിൻ്റെ ഭാഗത്തുള്ളത്, പിന്നെ ഇത് ചിന്നിൻ്റെ ഭാഗത്ത്, പിന്നെ ലിപ്സിൻ്റെ അപ്പർ ലിപ്സിൻ്റെ ഭാഗത്ത്. അങ്ങനെ ഇത് നമ്മൾ ഗ്രേഡ് ചെയ്യും. അങ്ങനെ ഓരോ സിംറ്റം നമ്മൾ ഗ്രേഡ് ചെയ്യും. ഇത് ഗ്രേഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് കോസുകൾ കിട്ടാനാണ്. അത് പിന്നെ ഓരോന്നിനും ഓരോ കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഫേഷ്യൽ ഹെയർ കൂടാനുള്ള കാരണം ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടിയിട്ടാണ്, സ്ത്രീകൾക്ക് കൂടിയിട്ടാണ്. അപ്പോൾ ഈ അതുപോലെ തന്നെ ഹെയർ ഫോൾ ഉള്ളതിൻ്റെ കാരണം ഈ ടെസ്റ്റോസ്റ്ററോൺ കൺവേർഷൻ ഉണ്ടാവും, DHEA എന്ന് പറഞ്ഞിട്ട്. കുറച്ച് ഹെവി സ്റ്റഫാണ്, അറിയണമെന്നില്ല. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ കൺവേർഷൻ കൂടുതൽ നടക്കുന്നുണ്ട്. ഹോർമോൺസുകൾ എങ്ങനെയാണ് കൂടുന്നത്, എന്തൊക്കെയാണ് കൂടിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പും ഈ രണ്ടാമത്തെ സിംറ്റം, ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞല്ലോ ചാർട്ടാണ്, രണ്ടാമത്തെ സ്റ്റെപ്പ് സിംറ്റം, അതായത് ലക്ഷണങ്ങളെ അസസ്മെൻ്റാണ്. മൂന്നാമത് നമ്മൾ ഇവരെ മൊത്തം ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു രൂപം നമ്മൾ ആളുകളോട് ചോദിച്ചിട്ട് അത് മനസ്സിലാക്കിയെടുക്കും. അപ്പോൾ നമുക്ക് ഏകദേശം അവരെ ഹാബിറ്റ്സുകൾ മനസ്സിലാവും. ഓക്കെ, നിങ്ങളും ഇതേപോലെ ചെയ്യാം. ഈ ചാർട്ട് വരയ്ക്കുക. ഈ ചാർട്ടും ഈ ക്വിസൊക്കെ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. സ്റ്റാർട്ടിങ് നിങ്ങൾ ഇങ്ങോട്ട് എത്തുന്നതിന് മുന്നേ ഒരു ഫ്രീ റിസോഴ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. ആ സെക്ഷനിൽ നിങ്ങൾക്ക് കിട്ടും. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ ഗ്രേഡ് ചെയ്യുക, അസസ് ചെയ്യുക. അസസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ചാർട്ടിൽ നിന്ന് നിങ്ങൾക്കുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസും അതുപോലെ തന്നെ പിന്നെ ന്യൂട്രിയൻസിൻ്റെ കമ്മികൾ കാര്യങ്ങളൊക്കെ മനസ്സിലാവും, എത്ര ഉണ്ട് എന്നുള്ളത് അത് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും ഏതാണ്ട്. പിന്നെ രണ്ടാമത്തെ സിംറ്റം നമ്മൾ അസസ് ചെയ്തിട്ട് അതിനെ പ്രയോറിറ്റൈസ് ചെയ്യാം. ഇപ്പോൾ ഈ സിംറ്റത്തിൽ നമ്മൾ സ്ലീപ്പ്, സ്ട്രെസ്സ് കാര്യങ്ങൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ 8 കാര്യങ്ങളും പിന്നെ സ്ലീപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. നോക്കിയതിന് ശേഷം നമ്മൾ അതിനെ ഗ്രേഡ് ചെയ്യാം.
ഏറ്റവും പ്രോബ്ലം ഉള്ളതിന് ആദ്യം എഴുതുക, പിന്നെ രണ്ടാമത് പ്രോബ്ലം ഉള്ളതിന് രണ്ടാമത് എഴുതുക, മൂന്നാമതുള്ളതിന് മൂന്നാമത് എഴുതുക. അങ്ങനെ ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, ഒരു പ്രയോറിറ്റി ഓർഡർ കിട്ടി. എന്തൊക്കെയാണ് നമ്മുടെ പ്രശ്നം, അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മളെ ബാധിക്കുന്ന പ്രോബ്ലം ഏതാണ്. ഇങ്ങനെ ഈ കിട്ടിയ ഈ പ്രോബ്ലം പിന്നെ ഇതിലേക്ക് നയിക്കുന്ന ഹാബിറ്റ്സ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ഫേസ് വൈസ് എങ്ങനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം പ്രോബ്ലം ഉള്ളതും ഏറ്റവും കൂടുതൽ നമ്മളെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ നമ്മൾ ആദ്യം ഫസ്റ്റ് ഫേസിൽ കറക്റ്റ് ചെയ്യുക, പിന്നെ രണ്ടാമത്തെ ഫേസിൽ കറക്റ്റ് ചെയ്യുക, ബാക്കിയുള്ള പ്രോബ്ലംസ് ഇപ്പോൾ 3 and 4 അങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ ഡിസിഷൻ എടുക്കുക. അങ്ങനെ എടുത്തുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ, ഇതിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു മൊത്തം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾ എത്ര ഉള്ളൂ, 50 മിനിറ്റിൻ്റെ. അതായത് 3 പേര് കുക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവർ ചിക്കൻ കറിയാണ് എല്ലാവരും ഉണ്ടാക്കിയിട്ടുള്ളത്. ഷുഗറില്ല ആക്ട് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ ഈ 50 മിനിറ്റ് മൈക്രോ ഷിഫ്റ്റ് മെത്തേഡ് എങ്ങനെ ആക്ട് ചെയ്യുന്നത് വെച്ചാൽ, ഒരു എക്സ്പെർട്ട് ഷെഫ് പോലെ. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ രീതിയിൽ നിങ്ങളെ പ്രോബ്ലംസ് അസസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവരൊക്കെ ഓരോന്നും ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഇവരെ കറിയൊന്നും റെഡി ആയിട്ടില്ല. അപ്പം ഞാൻ പോയിട്ട് ഇതൊക്കെ ഓരോന്നും ടേസ്റ്റ് ചെയ്ത് നോക്കും. ഈ പ്രോട്ടോക്കോൾ വെച്ചിട്ട് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കും, ഇതും ടേസ്റ്റ് ചെയ്ത് നോക്കും, ഇതും ടേസ്റ്റ് ചെയ്ത് നോക്കും. അപ്പം ഞാൻ ഇതിൽ നോക്കുമ്പോൾ, ഞാൻ ഈ മൊത്തത്തിൽ ഈ കറി മാറ്റിയിട്ട് ഇയാളോട് പുതിയ കറി ഉണ്ടാക്കണമെന്ന് പകരം ഞാൻ നോക്കുമ്പോൾ ആകെ ഇയാളതിൽ സാൾട്ടുള്ളൂ കമ്മി. അപ്പോൾ ആ സാൾട്ട് മാത്രം ആഡ് ചെയ്യാൻ പറയും, നിങ്ങളെ കറി ഉഷാറായിക്കൊള്ളുന്നത്. അതേപോലെ തന്നെ അടുത്ത ആളോട് ഞാൻ പറയാം, ഇപ്പോൾ അയാളതിൽ ചിലപ്പോൾ സാൾട്ടും അതുപോലെ തന്നെ സ്പൈസസും കമ്മി ഉണ്ടാവും. അപ്പോൾ ആ സ്പൈസ് മാത്രം നിങ്ങൾ ആഡ് ചെയ്താൽ മതി. അപ്പോൾ അയാളൊന്നും കറക്റ്റായി. മൂന്നാമത്തെ ആൾക്ക് ചിലപ്പം സ്പൈസസും വാട്ടറും സാൾട്ടൊക്കെ കമ്മി ഉണ്ടാവും, പക്ഷേ ഇതിൻ്റെ ഓർഡർ ഞാൻ പറഞ്ഞു കൊടുക്കണം. അതായത് ആദ്യം പിന്നെ സ്പൈസസ് ഇടണം, അത് കുറച്ച് കഴിഞ്ഞ് ടെമ്പറേച്ചർ ലോ ആക്കി വെച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് വെള്ളം ഒഴിക്കേണ്ടത്, വെള്ളം ഒഴിച്ചിട്ടാണ് പിന്നെ അത് ശരിയായതിനു ശേഷം ചിക്കൻ. അങ്ങനെ ആ ഓർഡറിൽ കറക്റ്റ് ഓർഡറിൽ ഏതാണ് ആദ്യം ചെയ്യേണ്ടത്, പിന്നെ ഏതാണ് രണ്ടാമത് ചെയ്യുന്നത്, പിന്നെ ഏതാണ് മൂന്നാമത് ചെയ്യേണ്ടത്, അങ്ങനെ ഒരു ഐഡിയ കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ, മൊത്തത്തിൽ നമ്മൾ ഈ മൊത്തം ഇവരെടുത്ത എഫേർട്ടിനെ നമ്മൾ അണ്ടർമൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഇപ്പോൾ ഇവരൊരു കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അത് മൊത്തം മാറ്റിയിട്ട് ഒരു പുതിയ കറി കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതേപോലെയാണ് നമ്മൾ ലൈഫ് സ്റ്റൈൽ മൊത്തം മാറ്റേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ 8 ഫാക്ടറിൽ കുറേ ശരികൾ നമ്മൾ ചെയ്യുന്നുണ്ടാവും, അതിൽ കുറച്ച് തെറ്റുകളെ നമ്മൾ ഈ 8 ഫാക്ടറിൽ ഉണ്ടാവുള്ളൂ. അത് മാത്രം കറക്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഗുണം എന്താ വെച്ചാൽ, കുറഞ്ഞ എഫേർട്ടിൽ മാക്സിമം ഇമ്പാക്റ്റ് കിട്ടും, കുറഞ്ഞ സമയം മതി. ഇങ്ങനെ നമ്മൾ സ്മാർട്ടായിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ട് ചെറിയ കാര്യങ്ങൾ, 1-2 ചെറിയ കാര്യങ്ങൾ എല്ലാവർക്കും എല്ലാം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ, എല്ലാവർക്കും ഡയറ്റും വർക്കൗട്ടും ഇങ്ങനെ കൊടുക്കും. ഇപ്പോൾ ഇവിടെയുള്ള പ്രശ്നം വെച്ചാൽ, ഇത് ഓൾറെഡി സോർട്ടഡ് ആയിരിക്കും ചില ലൈഫിൽ. അപ്പോൾ നമ്മൾ വെറുതെ അവിടെ പോയിട്ട് അത് വീണ്ടും ആഡ് ചെയ്ത് കളിക്കണ്ട. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ അടുത്ത് കാനഡയിൽ നിന്നൊരു സ്റ്റുഡൻറ്റ് വന്നു. ഇപ്പോൾ ആ സ്റ്റുഡൻറ്റ് നമ്മൾ ഇതേപോലെ അനലൈസ് ചെയ്തപ്പോൾ അവർക്ക് 2 ജോബുണ്ട്. അതായത് ഈവനിങ് ഒരു ജോബുണ്ട്, അത് റെസ്റ്റോറൻറ്റിലാണ്. അത് അവർ കയറി കഴിഞ്ഞാൽ രാത്രി വരെ അവർക്ക് അതിൻ്റെ ഉള്ളിൽ നടത്താം, ഫുഡ് സപ്ലൈ ചെയ്യണം പരിപാടി. ഓക്കെ, അതുപോലെ തന്നെ രാവിലെ കുറച്ച് നേരം റെസ്റ്റ് ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ ഇവർ ഈ ജോബിന് പോകും, പിന്നെ രാത്രി തിരിച്ചു വരാം. അപ്പോൾ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളാണ് ഇവരെ സംബന്ധിച്ച്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളോട് പിന്നെ നമ്മൾ വീണ്ടും എക്സസൈസ് ചെയ്യാൻ പറയണ്ട, കാരണം ഇവൻ ഓൾറെഡി ഫിസിക്കലി ആക്റ്റീവാണ്. ഇങ്ങനെയുള്ള ഒരു വ്യക്തിനെ നമ്മൾ പിടിച്ചിട്ട് എക്സസൈസ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. പകരം ഇവർക്ക് പിന്നെ നമ്മൾ ബാക്കിയുള്ള ഫാക്ടേഴ്സാണ് അഡ്രസ്സ് ചെയ്തത്. അപ്പോൾ അവരുടെ ഡയറ്റിൽ എന്തൊക്കെ കമ്മിയുള്ളത് നോക്കി, അതുപോലെ തന്നെ ന്യൂട്രീഷൻ കാര്യങ്ങളൊക്കെ അത് കറക്റ്റ് ചെയ്തെടുത്തു. പിന്നെ അവർക്ക് സ്ട്രെസ് എത്ര ലെവലുണ്ടെന്ന് നോക്കി അത് കറക്റ്റ് ചെയ്ത് കൊടുത്തു, സ്ലീപ്പ് ഉണ്ടോ നോക്കി കറക്റ്റ് ചെയ്ത് കൊടുത്തു. അതായത് ഓരോ വ്യക്തിക്കും ഓരോന്നാണ്, നമ്മൾ ഓരോ ബോഡിയും ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും സെയിം ആവില്ല, ഒരേ കണ്ടീഷനിലായിരിക്കും. അപ്പോൾ ഒരു നേഴ്സ് ഉണ്ടായിരുന്നു നമുക്ക് ഓസ്ട്രേലിയൻ. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെ വാർഡിൽ ഭയങ്കര പണിയാണ്, ഒരുപാട് നടക്കാനുണ്ട്, ഒരുപാട് ഡ്യൂട്ടി ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 3ഓളം ഷിഫ്റ്റുകളുണ്ട് അവർക്ക് ഒരു വീക്കിൽ തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നേഴ്സ് വളരെ ടൈം കൺസ്ട്രെയിൻ്റ് ആണ് ഇവരെ സംബന്ധിച്ച്. അവർക്ക് ഒരു വീക്കിലി ഒരു 2 days ഓഫ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഇവരെ മെയിൻ ഇഷ്യൂസ് ഒന്ന് സ്ട്രെസ് ആയിരുന്നു, പിന്നെ ഇവർക്ക് ഡയറ്റിൽ കുറേ കമ്മികളുണ്ടായിരുന്നു, ന്യൂട്രീഷൻ കമ്മികൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരെ മെയിൻ പ്രോബ്ലം സ്ലീപ്പ് ആയിരുന്നു, കുറേ നൈറ്റ് ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ. നമ്മളിത് കറക്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അത് മാത്രം അവർ ചെയ്തു. 45 to 60 days ആയപ്പോൾ തന്നെ അവരെ പ്രശ്നങ്ങളൊക്കെ റെഡിയായി, പീരീഡ്സ് റെഗുലറായി. ഇതേപോലെ ഓരോരുത്തരും നമ്മൾ അസസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും എല്ലാം ഉണ്ടാവില്ല, അതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താണോ നമ്മൾ ഇപ്പോഴത്തെ പ്രോബ്ലം ഈ രോഗം ഉണ്ടാക്കാൻ, അത് മാത്രം നമ്മൾ കറക്റ്റ് ചെയ്യാം. ആകുമ്പോൾ കുറഞ്ഞ സമയം മതി. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഈ ഇപ്പോൾ പറഞ്ഞ കനേഡിയൻ സ്റ്റുഡൻറ്റിൻ്റെ വീഡിയോ ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അവരെന്താ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ നമുക്കതൊന്ന് കേട്ടിട്ട് വരാം. ഷുഗർ റിലേയിൽ വന്നതിൽ പിന്നെയുള്ള ഫീഡ്ബാക്സും കാര്യങ്ങളും പറയായിരുന്നെങ്കിൽ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇത്രയും നാളായിട്ട് ഞാൻ ഭയങ്കര പീരീഡ്സ് ഇറഗുലർ ആയിരുന്നു കുറച്ച് നാളായിട്ട്. പക്ഷെ ഈ സമയത്ത് ഇപ്പൊ 3 സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഒരു 1 വീക്ക് ആയപ്പോഴത്തേക്ക് എനിക്ക് 3 മാസം ആവാണ്ടിരുന്നിട്ട് പീരീഡ്സ് ആയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇന്ന് വരെയും കറക്റ്റ് എനിക്ക് ആവുന്നുണ്ട്. കറക്റ്റ് ആ ഒരു ഡേറ്റ്, ആ ഒരു മാസം കറക്റ്റ് ആകുമ്പോഴത്തേക്ക് ഇതാവുന്നുണ്ട്. പിന്നെ എനിക്ക് ഈ മൂക്കുരു ഒക്കെ വരുന്നത് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. മറ്റെനിക്ക് ആക്നെ പ്രത്യേകിച്ച് പീരീഡ് സമയത്തൊക്കെ നന്നായിട്ട് വരുമായിരുന്നു. പക്ഷെ ഇപ്പൊ അപ്പോഴും അങ്ങനെ വരാറില്ല. അല്ലാണ്ടും ആക്നെ നന്നായിട്ട്
മാറിയിട്ടുണ്ട്. ഡോക്ടേഴ്സ് ഒക്കെ ഭയങ്കര നല്ല എന്തെങ്കിലും പറഞ്ഞാല് മീൻസ് സാധാരണ മുന്നേ ഞാൻ വേറെ ഡയറ്റിന് ഇതിനൊക്കെ ചേർന്നിട്ടുണ്ടേ. അപ്പൊ അവരെന്തെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മീൻസ് ഭയങ്കര ബ്ലെയിം ചെയ്തെടുക്ക അങ്ങനെ സംസാരിക്കാറില്ല. അങ്ങനെ ചെയ്തേ പറ്റൂ, അങ്ങനെ ഇതാക്കിയേ പറ്റൂ എന്ന് പറയും. പക്ഷെ ഈ ഡോക്ടേഴ്സിന്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും അതനുസരിച്ച് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഓക്കെ അതാണ് സിറ്റുവേഷൻ എനിക്ക് ഇങ്ങനെ ചെയ്യൂ എന്ന ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടൊരു സൊല്യൂഷൻ തരുമ്പോഴത്തേക്ക് അത് നമ്മളെ മെന്റലി ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പോലെ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സംഭവം അതാണ്. അല്ലെങ്കിൽ അതങ്ങനെ ഒരു നോക്കിയിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കൂ, അല്ലെങ്കിൽ അതാണ് സിറ്റുവേഷൻ എങ്കിൽ ഇങ്ങനെ ചെയ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും കാരണം അപ്പൊ നമ്മളൊരു സിറ്റുവേഷൻ മനസ്സിലാക്കി അതിനൊരു സൊല്യൂഷൻ തരുമ്പോഴത്തേക്കാണല്ലോ ഇപ്പൊ എല്ലാവരുടെ സിറ്റുവേഷനും ഒരുപോലെ ആയിരിക്കണം എന്നില്ലല്ലോ. അതെ 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 ആ സിറ്റുവേഷൻ മനസ്സിലാക്കി ചെയ്യുമ്പോൾ ഒരു ഭയങ്കര നമുക്കൊരു മെന്റലി ഒരു ഇത് തോന്നും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഫുള്ള് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം മാറ്റം വരുത്തിയിട്ട് നമ്മളെ ലൈഫിലെ വലിയ ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നതിനാണ് നമ്മൾ ഈ മൈക്രോ ഷിഫ്റ്റ് എന്ന് വിളിക്കുന്നത്. അതാണ് ഇപ്പോൾ ഈ പേര്. അതായത് മൈക്രോ ചെറിയ കാര്യങ്ങളാണ്, ചെറിയ മാറ്റങ്ങളാണ്. ഇത് 15 മിനിറ്റ് താഴെ ഒരു ദിവസം ടൈം ഇതിന് വേണ്ടി വരാൻ പാടുള്ളൂ എന്നാണ് നമ്മളെ കൺസെപ്റ്റ്. അതാണ് 50 മിനിറ്റ് മൈക്രോ ഷിഫ്റ്റ് സിസ്റ്റം. ഓക്കെ, ഇതാണ് ഇപ്പോൾ ഈ പ്രോട്ടോകോൾ. ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് ഏകദേശം 3 ഇയേഴ്സ് നമ്മൾ ഇൻറ്റൻസ് റിസർച്ച് ചെയ്തിട്ട് ഏകദേശം 10,000 പേഷ്യൻസിൻ്റെ ഡാറ്റ പോയിന്റ് നമ്മൾ പഠിച്ചിട്ട് നമ്മൾ അതിൽ എന്തൊക്കെ മാറ്റം ഓരോ കാറ്റഗറി ഓരോ പ്രൊഫഷൻ ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോട്ടോകോൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങളെ മുന്നിൽ 3 സ്റ്റെപ്പാണ് ഉള്ളത്. 3 സ്റ്റെപ്പാണ് നിങ്ങളെ മുന്നിൽ. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് നിങ്ങൾ എടുക്കേണ്ടത്, ഇപ്പോൾ ഇത്രയും നേരം നിങ്ങൾ വീഡിയോ കണ്ടല്ലോ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ പറഞ്ഞ ഈ ചാർട്ടും കാര്യങ്ങളും അസസ്മെൻ്റൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് അസസ് ചെയ്യാം. സെൽഫ് അസസ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു 20% കാര്യങ്ങൾ എന്താണോ നിങ്ങളുടെ ലൈഫിൽ ഇപ്പം നിങ്ങൾക്ക് രോഗം ഉണ്ടാക്കുന്നത് അത് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുക. ഓക്കെ, അത് ഐഡൻറ്റിഫൈ ചെയ്തെടുത്തിട്ട് അത് കറക്റ്റ് ചെയ്യുക സ്വന്തമായിട്ട് തന്നെ. ഇത് കറക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് നമ്മൾ ഫ്രീ വീഡിയോസ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് ഫ്രീ വീഡിയോസ് ഫുള്ള് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം. ഇതാണ് നിങ്ങൾക്കുള്ള ഒരു ഓപ്ഷൻ. രണ്ടാമതൊരു ഓപ്ഷൻ, നിങ്ങൾക്ക് അസസ്മെൻറ്റ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ എമൗണ്ട് അടച്ചതിന് ശേഷം നിങ്ങൾ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഈ ചാർട്ടും ഈ അസസ്മെൻറ്റ് ചെയ്തതിൻ്റെ ആൻസറൊക്കെ കൂടി നമുക്ക് അയച്ചുതരാം. നമ്മുടെ കസ്റ്റമർ സപ്പോർട്ടിൽ അയച്ചുതരാം. അത് നിങ്ങൾക്ക് ഇതിൻ്റെ താഴെയുള്ള ബട്ടൺ നെക്കി കഴിഞ്ഞാൽ ആ പേജിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് നെക്കിയിട്ട് നിങ്ങൾ കസ്റ്റമർ സപ്പോർട്ടിനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ക്യാഷ് അടച്ചതിന് ശേഷം നിങ്ങൾ അയക്കുക. ഇതിലുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മുടെ ടീം നിങ്ങൾക്ക് ക്യൂ ഒന്നും നിങ്ങളൊരു ഹോസ്പിറ്റലും പോകാതെ ഒരു ഡോക്ടറെ കാണിക്കാതെ തന്നെ നിങ്ങൾക്ക് നമ്മളെ മെഡിക്കൽ ടീം ക്യൂ ഒന്നും ഇല്ലാതെ ഈ കാര്യങ്ങളൊക്കെ അസസ് ചെയ്തിട്ട് ഒരു റിപ്പോർട്ടാക്കിയിട്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് പറഞ്ഞു തരും എന്താണ് നിങ്ങളുടെ പ്രശ്നം, എവിടെയാണ് നിങ്ങൾ പ്രിസൈസ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഏകദേശം എത്ര ദിവസം നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ആ കാര്യങ്ങൾ കറക്റ്റാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഡിയാക്കാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ആ റിപ്പോർട്ടിൽ കിട്ടും. ഓക്കെ, ഇതാണ് നിങ്ങളുടെ രണ്ടാമത്തെ ഓപ്ഷൻ. അപ്പോൾ ഈ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ളൊരു ഗുണം വെച്ചാൽ വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ യൂട്യൂബ് വീഡിയോസും അതുപോലെ തന്നെ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം വീഡിയോസൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കത് കറക്റ്റ് ചെയ്യാം. കാരണം ഓരോന്നിനുള്ള സൊല്യൂഷൻസ് നമ്മളവിടെ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ അത് മാത്രമേ നിങ്ങൾ പോയി കാണുക, അത് കറക്റ്റ് ചെയ്യും. ഇതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തെ ഓപ്ഷൻ എന്താ വെച്ചാൽ ഈ റിപ്പോർട്ട് അസസ്മെൻ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, ഇനി നിങ്ങൾക്കിത് ചെയ്യാനും നിങ്ങൾക്ക് ഗൈഡൻസ് വേണം. അപ്പോൾ ഈ ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ ഗൈഡഡ് പ്രോഗ്രാംസുകളുണ്ട്. ഓക്കെ, ആ പ്രോഗ്രാംസുകൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ ബട്ടൺ നിൽക്കാൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിൽ മെയിനായിട്ട് നമുക്ക് 3 ലെവൽ ഓഫ് പ്രോഗ്രാംസ് ആണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും. അപ്പോൾ അത് നോക്കിയിട്ട് അതിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കയറിയിട്ട് നിങ്ങൾ ഞങ്ങളോട് തന്നെ ചോദിച്ചിട്ട് നമ്മളെ ഗൈഡൻസും കാര്യങ്ങളൊക്കെ മെഡിക്കൽ ടീമിനായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം നിങ്ങൾക്ക് ചോദിച്ചറിഞ്ഞ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. കുറച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങളെ ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ കാണും. എല്ലാ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ 3 സ്റ്റെപ്പാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. എങ്ങനെ ആയാലും നിങ്ങൾ എന്ത് ചെയ്യുക, എന്ത് ചെയ്തിട്ടായാലും ശരി നിങ്ങൾ പ്രോബ്ലം വേഗം കറക്റ്റ് ചെയ്യാം. എന്തെന്നെ ചെയ്താലും ഈ രീതിക്ക് നിങ്ങൾ മുന്നോട്ട് പോകണം. അങ്ങനെ പോയിട്ടില്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇത് ഒരു പൈപ്പ് ലൈൻ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ ഇവിടെയാണ് ഉള്ളത്, നിങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടാവും. PCOS ഇത് നിങ്ങൾ തുടക്കകാലമാണ്, A എന്ന് പറഞ്ഞ പോയിന്റ്. ഇപ്പോൾ B എന്ന് പറഞ്ഞ പോയിന്റിലേക്കും നിങ്ങളുള്ളത്. ഇവിടെ PCOD ഉണ്ടാവും. ഇത് അഡ്രസ്സ് ചെയ്ത് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ സിയിലെത്തിയവരുണ്ടാവും. സിയിലെത്തിയവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഓൾറെഡി ഫാറ്റി ലിവർ വന്നിട്ടുണ്ടാവും. പിന്നെ ഡിയിലെത്തുന്നവരാണ്. ഡിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഡയബറ്റീസും വന്നിട്ടുണ്ടാവും. ഏതൊരു അവർ പ്രീ ഡയബറ്റീസ് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ
അവർ ഡയബറ്റീസ് ഫുൾ ബ്ലോൺ ആയിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് 3 പ്രോബ്ലമൊക്കെ ആയി വരുമ്പോഴത്തേനും നിങ്ങൾക്ക് ഏകദേശം ഒരു 35 വയസ്സിൻ്റെ മുകളിലായിരിക്കും അധികം ആൾക്കാർക്കും. 35 to 40 വയസ്സിൻ്റെ അവിടെ എത്തുമ്പോഴത്തേനും ഡയബറ്റീസ്, ഫാറ്റി ലിവർ, VCD ഒക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പൈപ്പ് ലൈൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നിങ്ങളിത് കറക്റ്റ് ഇത് അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മരുന്നിനെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ജീവിക്കേണ്ടി വരും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം. പിന്നെ ഈ പറഞ്ഞ രോഗങ്ങളിലൊക്കെ ഇപ്പോൾ ഡയബറ്റീസ് ഒക്കെ വന്നു കഴിഞ്ഞാലുള്ള ഇഷ്യൂസും അത് വേറെ തന്നെ, അത് വേറെയും വരും. അപ്പോൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ നമുക്ക് ഉടനെ ആക്ട് ചെയ്യുക, വേഗം തീരുമാനം എടുക്കുക, വേഗം മുന്നോട്ട് പോവുക. ഒരുപാട് നമ്മൾ അനലൈസിസും അതുപോലെ തന്നെ പിന്നെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ സമയം വെറുതെ പോവും, നമ്മുടെ ലൈഫും പോവും. പിന്നെ നമ്മൾ ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യും, കുറേ പണം ഉണ്ടാക്കും. അപ്പോൾ നല്ലൊരു സൊല്യൂഷൻ ലൈഫ് സ്റ്റൈലിന് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഭാഗം ഇപ്പോൾ തൽക്കാലം അങ്ങോട്ട് മാറ്റി വെക്കും. എന്നിട്ട് ആദ്യമൊക്കെ ഇതൊരു 50 വയസ്സിൻ്റെ മുകളിലേനും ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഏജ് കുറഞ്ഞു വരികയാണ്. അപ്പോൾ അത് നേരെ താഴെ വന്നിട്ട് ഒരു 40 വയസ്സാകുമ്പോഴത്തേനും രോഗം വരും. പിന്നെ ശിഷ്ടകാലം ഈ ഉണ്ടാക്കിയ ഈ പണവും അതുപോലെ തന്നെ നമ്മളെ സമയവും ഈ രോഗം ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുന്ന ഒരു സിറ്റുവേഷനാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളെ അനുഭവത്തിൽ തന്നെ ഒരുപാട് ആളുകൾക്ക് ഇതുണ്ടാവും. അപ്പോൾ കറക്റ്റ് പെട്ടെന്ന് നമ്മൾ കാര്യങ്ങൾ വേഗം നീക്കുക. എല്ലാത്തിനും നമുക്ക് അവസരമുണ്ട്. നേരത്തെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മോചനത്തിനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. സമയം വൈകുന്തോറും നമുക്കത് കുറഞ്ഞു വരും എന്നുള്ളതാണ് സാന്ദർഭികമായിട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ഡോക്ടർ തസീം ഷെരീഫ്, co-founder ഓഫ് ഷുഗറില്ല. നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായി കണ്ടതിൽ നന്ദി. നിങ്ങൾക്ക് മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുക. താങ്ക്സ്.